ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OSI മോഡലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു ടേമാണ് OSI മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BCA പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും OSI മോഡൽ എന്ന് പറയുന്നത്. സോ OSI മോഡൽ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ OSI മോഡൽ എന്ന് പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഒരു റഫറൻസ് മോഡലാണ്. ഒരു റിയലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റഫറൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരാൾക്ക് ഡെലിവറി ആവുന്നത് എന്നുള്ളത് ഈ ഒരു OSI മോഡൽ ബേസ്ഡാണ്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഇതൊരു റഫറൻസ് മോഡലാണ്, ഒരു യഥാർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ TCP/IP മോഡൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് യഥാർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ OSI മോഡൽ എന്താണെന്ന് പഠിക്കാൻ പോകണം. OSI മോഡൽ എന്ന് പറയുന്നത് വെച്ചാൽ സിംപ്ലി ഒരു 7 ലെയറിലുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ മോഡലിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സിമ്മുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ജിയോ യൂസ് ചെയ്യുന്നുണ്ട്, എയർടെൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ VO യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിമ്മുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ VO യൂസ് ചെയ്തിട്ട് നമുക്ക് ജിയോയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ജിയോന്ന് എയർടെലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഡിഫറൻറ്റ് സിമ്മ് യൂസ് ചെയ്തിട്ട് ഡിഫറൻറ്റ് സിമ്മിലേക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ജിയോയിലേക്ക് മാത്രമാണ് കോൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാക്കിയുള്ള സിമ്മുള്ള ആളുകൾക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ OSI മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ഏത് കമ്പ്യൂട്ടറിലേക്കും അല്ലെങ്കിൽ ഏത് ഫോണിലേക്കും അല്ലെങ്കിൽ ഏതൊരു സെർവറിലേക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാനോ കമ്മ്യൂണിക്കേഷൻ നടത്താനോ ഒരു സ്റ്റാൻഡേർഡ് വേണം. ഓരോരുത്തർ തോന്നിയ രീതിയിലുള്ള സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ജിയോൻ്റെ ഒരു വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്, വേറൊരാൾ ഒരു കേരള വിഷൻ്റെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരൊരു സ്റ്റാൻഡേർഡ് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ISP പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവരെല്ലാവരും കൂടി ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. സോ സിമ്മിൻ്റെ കേസിലാണെങ്കിൽ ഇവരെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ്, ഒരു കോമൺ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ജിയോന്ന് എയർടെലിലേക്കും എയർടെലിൽ നിന്ന് വോഡഫോണിലേക്കും ഇങ്ങനെ പല സിമ്മുകളിലേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് OSI മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡാണ്. നമുക്ക് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാനും അതുകൂടെ തന്നെ ഡാറ്റ സെൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത്, OSI മോഡൽ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിനകത്ത് 7 ലെയർ ഉണ്ട്. ഈ 7 ലെയറിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലെയറാണ്. നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് മുതൽ അത് റിസീവ് ചെയ്യുന്നത് വരെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ലെയറിലൂടെ നമ്മൾ പഠിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നതും എങ്ങനെയാണ് റിസീവറിലേക്ക് എത്തുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയറാണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ വരുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ് വരുന്നത്. ഒരു ഇൻ്റർഫേസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ അല്ലേ. നമ്മളൊരു ആപ്ലിക്കേഷൻ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ചാറ്റ് എടുക്കുന്നു, നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ കോൺസെപ്റ്റ് എല്ലാം ആപ്ലിക്കേഷൻ ലെയറിലാണ് വരുന്നത്. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് പ്രസൻറ്റേഷൻ ലെയറിൽ വരുന്നത്. പ്രസൻറ്റേഷൻ ലെയറിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ ഡാറ്റ ശരിക്കും എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഡാറ്റൻ്റെ സൈസ് കംപ്രസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ കയറിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കയറിയിട്ട് ഹായ് ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ മെസ്സേജ് എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ സൈസ് ശരിക്കും എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഹായ് ഹലോ എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് നമ്മൾ സെൻഡ് കൊടുക്കുന്ന സമയത്ത് വെച്ചാൽ അതിൻ്റെ സൈസ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്യുന്നുണ്ട്, സൈസ് കുറയ്ക്കുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലേറ്റർ എന്ത് വെച്ചാൽ അത് എൻക്രിപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എൻക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് വേറൊരാൾക്ക് കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് കാണാൻ പറ്റില്ല. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പ് കണ്ടിട്ടില്ലേ, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അത് വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലും എന്താണ് ആ ഒരു മെസ്സേജിലുള്ളത് എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് ബേസിക്കലി എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. സോ ഈ നമ്മൾ അയക്കുന്ന മെസ്സേജ് സൈസ് കംപ്രസ് ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ എന്ത് ചെയ്യും, അത് എൻക്രിപ്ഷൻ ചെയ്യുകയും ചെയ്യും.
ദെൻ നെക്സ്റ്റ് ലെയറാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. സെഷൻ ലെയർ എന്ന് പറയുന്നത് വെച്ചാൽ ഈ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെഷൻ, ഒരു വേ തുറന്നിടും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും അതിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ കോൺഫറൻസ്, ഒരു സൂമിൽ ഒരു വീഡിയോ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ കോൺഫറൻസിനകത്ത് എല്ലാവരും കയറുന്നു അല്ലേ. അപ്പോൾ സോ ഞാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോ കോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ലിങ്ക് കൊടുത്തിട്ട് അവർ ആ ലിങ്ക് വെച്ചിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് മുതൽക്ക് ഒരു സെഷൻ അവിടെ സ്റ്റാർട്ടായി. ഓക്കെ, ഇനി ആ മീറ്റിൽ എല്ലാവരും ജോയിൻ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സെഷൻ എന്താണ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ദെൻ നമ്മൾ ആ മീറ്റ് വൈൻഡപ്പ് ചെയ്ത് അത് ഞാൻ എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്താവും, സെഷൻ ടെർമിനേറ്റ് ആവും. ഇത്രയും കാര്യങ്ങളാണ് സെഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നടക്കുന്നത്. സോ ബേസിക്കലി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേ തുറന്നിടുകയാണ്, അല്ലെങ്കിൽ ഒരു വഴി തുറന്നിടുകയാണ് ഈ സെഷനിൽ സംഭവിക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയറിൽ എന്ന് വെച്ചാൽ ഈ ഡാറ്റ സെഗ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡാറ്റ പീസ് ആക്കും. ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു മെസ്സേജ് അയക്കുകയാണ്, ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ മെസ്സേജ് പീസ് ആക്കും. ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആക്കും, ഹലോ എന്ന് പറയുന്നത് മെസ്സേജ് ആക്കും, ഹൗ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആക്കും. ഇതിങ്ങനെ പാർട്ടാക്കി വെക്കും. മനസ്സിലായി? ഇങ്ങനെ നടക്കും എന്നുള്ളതല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ പീസാക്കി വെക്കും. അതിനാണ് ഡാറ്റ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഒറ്റയടിക്ക് പോവല്ല ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഏതൊരു മെസ്സേജ് ആണെങ്കിലും അത് പീസാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് നടക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ഓക്കെ, അപ്പോൾ അത് കൂടാതെ തന്നെ അതിനകത്താണ് TCP UDP ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TCP UDP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അവിടെ ഡെലിവർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ഈ TCP ഈ കോൺസെപ്റ്റിലാണ്. TCP UDP നിങ്ങൾ മനസ്സിലാക്കാൻ വെച്ചാൽ TCP എന്ന് പറയുന്നത് UDP എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്, ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ TCP UDP എന്താ ചെയ്യുന്നത് വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് അവിടെ എത്തിയോ ഇല്ലേ എന്നൊക്കെ കൺഫേം ചെയ്യുമല്ലോ. ചില മെസ്സേജ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ട്, ഡെലിവർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ റീസെൻഡ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സോ ഇത് ബേസിക്കലി TCP ബേസ്ഡ് ആണ്. എന്നുവെച്ചാൽ TCP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും ചെയ്യുന്നത്. ആ മെസ്സേജ് അവിടെ എത്തിയോ ഇല്ലേ, അല്ലെങ്കിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് റീസെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്താണ്, ബേസിക്കലി അവിടെ TCP യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ TCP എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ്. സോ ദ നെക്സ്റ്റ് വൺ UDP ആണ്. UDPൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയക്കുന്ന മെസ്സേജ് അവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനൊരു ഹായ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് അവിടെ റിസീവറിൽ എത്തിയോ, അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന ആർക്കാണോ അയാൾക്ക് എത്തിയോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യില്ല. ജസ്റ്റ് എത്തിയാൽ എത്തി എന്നുള്ളൊരു ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, അത് പോകുന്നത്. സോ TCP UDP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്. TCP എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഡാറ്റകളും കാര്യങ്ങളും അവിടെ എത്തിയോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് UDP അതെന്ത് ചെയ്യില്ല, കൺഫേം ചെയ്യില്ല. അത് എത്തിയാൽ എത്തി എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. UDPൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ലൈവ് സ്ട്രീമില്ലേ, നമ്മൾ ഗെയിം കളിക്കുന്നില്ലേ. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നതൊക്കെ എന്താണ്, ഈ ഒരു UDP കേസിലാണ് വരുന്നത്. നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് നെറ്റ്വർക്ക് സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് കട്ടായ ഭാഗം നമുക്ക് രണ്ടാമത് കളിക്കാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീന് ബ്ലറാവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഏരിയ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലാണ്ട് അതിൻ്റെ മുന്നത്തെ ഏരിയ നമുക്ക് കട്ടായി പോയാൽ അല്ലെങ്കിൽ ബ്ലറായ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റില്ല. അത് ലൈവാണ്, നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ TCP എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. UDP എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. അതേപോലെ തന്നെ TCP എന്ന് പറയുന്നത് റിലയബിളാണ്. അവിടെ എത്തിയോ ഇല്ല, അവിടെ ഒരു ചെക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ TCPൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അതേപോലെ തന്നെ UDPൻ്റെ അകത്തും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അത് രണ്ടും അതിൻ്റേതായിട്ടുള്ള യൂസ് കേസിലാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും ഉപയോഗിക്കുന്നത്. സോ ട്രാൻസ്പോർട്ട് ലെയറിൽ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് ലെയറാണ്. നെറ്റ്വർക്ക് ലെയറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളുടെ IP അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ IP ആ മെസ്സേജിൽ ബേസിക്കലി ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെന്ന് കരുതാം. ആ മെസ്സേജ് അവിടെ എത്തിയോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ IP അതേപോലെ തന്നെ അയാളുടെ IP എന്തായിരിക്കും വെച്ചാൽ, ആരാണോ റിസീവർ അയാളുടെ IP കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ മെസ്സേജ് സെൻഡ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് റൗട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ നെറ്റ്വർക്കിൻ്റെ കേസ് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താ വെച്ചാൽ, ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എൻ്റെ IP അഡ്രസ്സും അതേപോലെ തന്നെ ആ റിസീവർ ആരാണോ അയാളുടെ IP അഡ്രസ്സും ആ പാക്കറ്റിൽ ആഡ് ചെയ്ത് വെക്കും. പാക്കറ്റ് എന്ന് പറയുന്നത് ആ സെഗ്മെൻറ്റ് ചെയ്ത മെസ്സേജ് ഉണ്ടല്ലോ, പീസാക്കിയ മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് സെൻറ്ററെങ്കിൽ എൻ്റെ IP അഡ്രസ്സും അതുകൂടാതെ തന്നെ ആരാണോ റിസീവർ അയാളുടെ IP അഡ്രസ്സും കൂടി ആഡ് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്യും.
ഓക്കെ, അതിനാണ് പാക്കറ്റ്സ് എന്ന് പറയുന്നത്. സോഴ്സ് ഐ പിയും ഡെസ്റ്റിനേഷൻ ഐ പിയും ഒരു സെഗ്മെൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ബേസിക്കലി പാക്കറ്റ്സ് എന്ന് പറയും. സോ ഈ പീസാക്കിയ ഡാറ്റനെ തന്നെയാണ് ഈ പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ബട്ട് ഈ പീസാക്കിയ ഡാറ്റനെ നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. ബട്ട് ആ സെഗ്മെൻറ്റ് ചെയ്ത ഡാറ്റയിൽ നമ്മൾ സോഴ്സ് ഐ പിയും ഡെസ്റ്റിനേഷൻ ഐ പി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ എന്തെന്ന് വിളിക്കുക? പാക്കറ്റ്സ് എന്നാണ് വിളിക്കുക. പിന്നെ അതിനകത്ത് വരുന്നത് റൗട്ടിംഗ് ആണ്. റൗട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഒരു പ്രോപ്പർ വേ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് ട്രാഫിക്കുകൾ അതുപോലെ തന്നെ സെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു സിറ്റിയിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് നമുക്ക് വളരെ ഈസിലി പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു വേയിലൂടെ നമ്മൾ പോകും അല്ലേ. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പോവുക, അത്രയും ബ്ലോക്ക് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇൻ്റർനെറ്റ് വൈഡറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്സ് ഉണ്ടാവുകയും നെറ്റ് സ്ലോ ആവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ റൗട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പാത്ത് ഡിറ്റർമിനേഷൻ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അതെന്ത് ചെയ്യുക വെച്ചാൽ അതിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വേയിലൂടെ എന്തായിരിക്കും ആ മെസ്സേജ് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത് കരുതാം. ആ മെസ്സേജ് എന്ത് ചെയ്യുക വെച്ചാൽ, അല്ലെങ്കിൽ ആ പാക്കറ്റ് എന്ത് ചെയ്യുക വെച്ചാൽ അത് പീസസ് ആക്കുമല്ലോ. ഇപ്പോൾ ഹായ് എന്ന് പറയുന്ന ഒരു പാക്കറ്റ്, ഹലോ എന്ന് പറയുന്ന ഒരു പാക്കറ്റ്, ഹൗ ആർ യു എന്ന് പറയുന്നത് ഒരു പാക്കറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഹായ് എന്ന് പറയുന്നത് ഞാൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു വേയിലൂടെ, ഹലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് പറയുന്നത് വേറൊരു വേയിലൂടെയും പോകും. എന്നിട്ട് ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ട് ആ റിസീവറിൽ എത്തുമ്പോൾ അതൊന്നായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അവരുടേതായ ഇഷ്ടമുള്ള ഒരു വേയിലൂടെ പോയിട്ട് അതൊരു ബെറ്റർ വേയിലൂടെ ചൂസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. ഇതിനാണ് പാത്ത് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് പ്ലേസിൽ എത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റൗട്ടിംഗ് അല്ലെങ്കിൽ പാത്ത് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഡാറ്റ ലിങ്ക് ലെയറിൽ എന്ന് വെച്ചാൽ ഫിസിക്കൽ അഡ്രസ്സാണ് ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാക് അഡ്രസ്സ് ആഡ് ചെയ്യും. ഓക്കെ, മാക് അഡ്രസ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ മാക് അഡ്രസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് മാക്കും ഡെസ്റ്റിനേഷൻ മാക്കും അതിനകത്ത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ ചെയ്യും. അതിന് നമ്മൾ ഫ്രെയിംസ് എന്ന് വിളിക്കും. ഫ്രെയിംസ് അതിനകത്ത് സോഴ്സ് മാക്കും ഡെസ്റ്റിനേഷൻ മാക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിംസ് എന്ന് വിളിക്കും. പിന്നുള്ളതെന്ന് വെച്ചാൽ ഫിസിക്കൽ ലെയറാണ്. ഫിസിക്കൽ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏത് കേബിളാണോ അല്ലെങ്കിൽ വൈഫൈ വഴിയാണോ ഏത് നെറ്റ്വർക്ക് വഴിയാണോ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് ഫിസിക്കൽ ലെയറാണ്. അതുവഴി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സെൻഡ് ആവും, എന്നിട്ട് റിസീവറിലേക്ക് എത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് വളരെ ഈസിലി പറഞ്ഞുതരാം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് എൻ്റെ ഫ്രണ്ടിന് ഹായ് ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇത് ആപ്ലിക്കേഷൻ ലെയറിലാണ് നടക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ പ്രസൻറ്റേഷൻ ലെയറിലാണ്. അപ്പം ഞാൻ ഹായ് ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ സൈസ് കുറയ്ക്കും. പ്രസൻറ്റേഷൻ ലെയർ ആ മെസ്സേജിൻ്റെ സൈസ് കുറയ്ക്കും. അതുകൂടാതെ തന്നെ ആ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യും. വേറെ ആൾക്ക് മനസ്സിലാവാത്ത രീതിയിലാക്കി വെക്കാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻക്രിപ്ഷൻ നടത്തും. ദെൻ നെക്സ്റ്റ് വൺ സെഷൻ ലെയറാണ്. സെഷൻ ലെയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഒരു വേ ഓപ്പൺ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഞാൻ ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാൻ പോവാണ്. അപ്പോൾ ആ മെസ്സേജിന് എന്ത് ചെയ്യുക വെച്ചാൽ ഈ ട്രാൻസ്പോർട്ട് ലെയർ പീസസ് ആക്കും, സെഗ്മെൻ്റ് ആക്കും. ഹായ് ഹലോ ഹൗ ആർ യു ഇത് മൂന്ന് പീസസ് ആക്കും. എന്നിട്ട് ഇത് മൂന്നും ഏത് പ്രോട്ടോക്കോൾ വഴിയാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. TCP ആണോ UDP ആണോ എന്നുള്ളത് തീരുമാനിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വാട്സപ്പിലൂടെയാണ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മെസ്സേജ് അവിടെ ഏറ്റവും വലിയ ഡെലിവർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ റീസെൻഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ വാട്സപ്പിൽ നോർമലി കാണുന്നതാണ്. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് TCP ചൂസ് ചെയ്യുമ്പോഴോ UDP ചൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ TCP ആണ് വാട്സപ്പ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെസ്സേജ് അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ UDP ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. എത്തിയാൽ എത്തി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ വാട്സപ്പ് ഡെഫിനറ്റ് ആയിട്ടും TCP ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബേസിക്കലി ട്രാൻസ്പോർട്ട് ലെയറിൽ നടക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ അയക്കുന്ന ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞ മെസ്സേജ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പീസസ് ആക്കും. അതിനാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെന്ത് ചെയ്യും? അതിലേക്ക് TCP ആഡ് ചെയ്യും. എന്താ വെച്ചാൽ TCP എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് അവിടെ എത്തിയോ ഇല്ല എന്നുള്ളത് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോട്ടോകോൾ അതിനകത്തേക്ക് ആഡ് ചെയ്യും. സോ ദ നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് ലെയറാണ്. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും പീസസ് ആക്കിയ ഡാറ്റ ഉണ്ടല്ലോ, ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടുള്ള പീസസ് ആക്കിയ സെഗ്മെൻറ്റ് ചെയ്ത ഡാറ്റയിലേക്ക് എൻ്റെ IP യും അതേപോലെ തന്നെ ആരാണോ സെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ IP അഡ്രസ്സും അതേപോലെ തന്നെ റിസീവർ ആരാണോ അയാളുടെ IP അഡ്രസ്സും അതിനകത്തേക്ക് ആഡ് ചെയ്യും. അതാണ് സോഴ്സ് IP ഡെസ്റ്റിനേഷൻ IP എന്ന് പറയുന്നത്. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് വേയിലൂടെയാണ് അത് സെൻഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് വേണം റിസീവറിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് നെറ്റ്വർക്ക് ലെയറാണ്. അപ്പോൾ നമ്മൾ ഈ പീസസ് ആക്കിയ ഡാറ്റയിലേക്കാണ് സോഴ്സ് IP ഡെസ്റ്റിനേഷൻ IP ആഡ് ചെയ്തത് നെറ്റ്വർക്ക് ലെയറിൽ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പാക്കറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറാണ്. ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് എന്ന് പറയുന്നത് വെച്ചാൽ ഈ
പാക്കറ്റ്സിലേക്ക് എന്ത് ചെയ്യുക വെച്ചാൽ അഡീഷണലി സോഴ്സ് ഐ പി ഡെസ്റ്റിനേഷൻ ഐ പി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യുക വെച്ചാൽ സോഴ്സ് ഐ പി ഡെസ്റ്റിനേഷൻ ഐ പി ആഡ് ചെയ്യും. സോഴ്സ് മാക്കും ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സും ആഡ് ചെയ്യും. അത് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അപ്പോൾ ഒരു സോഴ്സ് മാക്കും ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, ഫ്രെയിംസ് എന്ന് വിളിക്കാം. ദെൻ അറ്റ് ലാസ്റ്റ് അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ ലെയർ വഴി അതൊരു കേബിളാണോ അല്ലെങ്കിൽ വൈഫൈ വഴിയാണോ ഏത് നെറ്റ്വർക്ക് വഴിയാണോ അത് സെൻഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അത് റിസീവറിലേക്ക് സെൻഡ് ആവും. ഇത്രയും പ്രോസസ്സാണ് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ ശരിക്കും നടക്കുന്നത്. ഇതാണ് ബേസിക്കലി OSI മോഡൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ശരിക്കും. ബട്ട് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. പല കാര്യങ്ങളും ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ബേസിക്കലി OSI മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതൊരിക്കലും ഒരാൾക്കും ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അത്രയ്ക്കും വളരെ ഷോർട്ടാക്കി മാക്സിമം മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു.